റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. പോലീസ് അതിക്രമങ്ങൾ എണ്ണിപ്പറഞ്ഞ നിയമസഭയിൽ സർക്കാരിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷം. അടിയന്തരാവസ്ഥ കാലത്തെ മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം വായിച്ചായിരുന്നു പ്രതിപക്ഷം ഉപക്ഷേപ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. 9 വർഷം കൊണ്ട് സർക്കാർ പോലീസ് സംവിധാനം തകർത്തുവെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പോലീസുകാർക്കെതിരെ സ്വീകരിച്ച നടപടികളുടെ കണക്ക് നിരത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് സർക്കാർ വഴങ്ങി. ഇതോടെയാണ് പ്രത്യേക ചർച്ചയ്ക്ക് അരങ്ങൊരുങ്ങിയത്. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളുടെ കണക്ക് എണ്ണിപ്പറഞ്ഞുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച റോജി എം ജോൺ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. പോലീസ് എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിനെ ഒറ്റപ്പെട്ട സംഭവമാക്കി ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് പോലീസിന്റെ ഈ അധപതനത്തിന് കാരണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സാർ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം മുഖ്യ വിഷയമായി മാറിയ അടിയന്തര പ്രമേയത്തിനെ പഴയ സംഭവം എന്ന് പറഞ്ഞാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത്. മേൽപ്പറഞ്ഞ സഭാ സമ്മേളനങ്ങളിൽ ഒന്നും ഉന്നയിക്കാത്ത വിഷയമാണ് ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞ് 14ാം സമ്മേളനത്തിൽ ഉന്നയിക്കുന്നത്. എന്തേ ഈ 2.5 വർഷമായി നിങ്ങൾ ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ പോയത്? പോലീസിന് മേൽ സർക്കാരിന് നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മുഖ്യ വിമർശനം. മുഖ്യമന്ത്രി പോലീസ് വകുപ്പ് ഒഴിയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ? നിങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളല്ലേ? നിങ്ങൾ ഇതുവരെ ഒരു മറുപടി പറഞ്ഞോ കേരളത്തിലെ പൊതുസമൂഹത്തോട്? നിങ്ങളുടെ കീഴിലുള്ള പോലീസ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ വൃത്തികേടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്റെ മൗനം പാലിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. സ്റ്റാലിന്റെ റഷ്യയിലല്ല നെഹ്റു ഭരിച്ച നാട്ടിലാണ് വളർന്നതെന്ന പരാമർശത്തോടെ തുടങ്ങിയ മുഖ്യമന്ത്രി UDF ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങൾ ഒന്നൊന്നായി ഓർത്തെടുത്തു. വലതുമുന്നണിയിൽ നിന്ന് വ്യത്യസ്തമായ പോലീസ് നയം പിന്തുടരുന്ന ഇടത് സർക്കാർ കുറ്റക്കാരോട് കർശന സമീപനം സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ ജീവിക്കുന്നത് സ്റ്റാലിൻ്റെ റഷ്യയിലായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്നു. കോൺഗ്രസിൻ്റെ സമീപനമല്ല ഇവിടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ പോലീസിൽ ആരെങ്കിലും കുറ്റം ചെയ്തതായി കണ്ടാൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ സമീപനം. കുന്നംകുളത്ത് മർദ്ദനം നടത്തി പോലീസുകാരെ പിരിച്ചുവിടണമെന്ന ആവശ്യത്തിൽ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകാതിരുന്നതോടെ സഭാകവാടത്തിൽ സമരം പ്രഖ്യാപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 24 തിരുവനന്തപുരം. തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യഗ്രഹം തുടങ്ങി. MLA-മാരായ സനീഷ് കുമാർ ജോസഫ്, AK അഷ്റഫ് എന്നിവരാണ് സഭയ്ക്കുള്ളിൽ സത്യഗ്രഹം ഇരിക്കുന്നത്. പോലീസ് അതിക്രമത്തിൽ നടപടിയെടുക്കാൻ സർക്കാരിന് മേൽ സത്യഗ്രഹത്തിലൂടെ സമ്മർദ്ദമേറ്റുകയാണ് പ്രതിപക്ഷ ലക്ഷ്യം. ലോക്കപ്പ് മർദ്ദനത്തിന് തെളിവായി CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിൽ കർശനമായ നടപടി ആവശ്യപ്പെട്ടാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്കൊടുവിൽ പ്രതിപക്ഷ നേതാവ് അനിശ്ചിതകാല സത്യാഗ്രഹം പ്രഖ്യാപിച്ചത്. ഈ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹം 2 MLA-മാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണെന്ന കാര്യം അങ്ങേ അറിയിച്ചുകൊണ്ട് പോലീസ് അതിക്രമത്തിനെതിരെ ജനവികാരം ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം സഭയ്ക്കകത്ത് അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങിയിരിക്കുന്നത്. വെള്ളിയാഴ്ച സഭ പിരിയുന്നതിനകം പോലീസുകാരുടെ പിരിച്ചുവിടലിൽ തീരുമാനമുണ്ടാകുന്നില്ലെങ്കിൽ സഭയ്ക്ക് പുറത്തേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. അതിശക്തമായ പോരാട്ടം കേരളത്തിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് UDF നടത്തും. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാകുന്ന ജനകീയ വിഷയങ്ങൾ ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങൾ കുടുങ്ങിയിരിക്കുകയായിരുന്നു പ്രതിപക്ഷം. അതിൽ നിന്ന് പുറത്തു കടക്കുക എന്ന ഉദ്ദേശവും സഭാകവാടത്തിലെ സമരത്തിന് പിന്നിലുണ്ട്. 24 തിരുവനന്തപുരം. PG പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ PM രതീഷിന് സസ്പെൻഷൻ. ദക്ഷിണ മേഖല IG ശ്യാം സുന്ദർ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കി. നിലവിൽ കടവന്ത്ര SHO-യാണ് രതീഷ്. PGയിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ രതീഷ് കുറ്റക്കാരനെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥൻ 3ാം മുറ പ്രയോഗിക്കാറുണ്ടെന്നും ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുമായിരുന്നു റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നത്. രതീഷിനെതിരെ അന്വേഷണം നടക്കുന്നതിനിടെയായിരുന്നു കടവന്ത്ര SHO-ആയി സ്ഥാനക്കയറ്റം നൽകിയത്. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്ന് 2.5 വർഷത്തിന് ശേഷമാണ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള ലൈംഗികാരോപണ വിവാദത്തിൽ യുവനടിയെ പരാതിക്കാരിയാക്കി കേസെടുക്കേണ്ട എന്ന് ക്രൈംബ്രാഞ്ച്. യുവനടിക്ക് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലാത്തതിനാൽ കോടതിയിൽ തിരിച്ച് അടിയാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇതോടെ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികളിൽ ക്രൈംബ്രാഞ്ച് എടുത്ത കേസിൽ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലാണ്. പോലീസ് മേധാവിക്ക് ലഭിച്ച വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. എന്നാൽ ഇതുവരെയും നേരിട്ടുള്ള പരാതികൾ ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായി നേരിട്ട് കോടതിയിൽ സമർപ്പിക്കാനുള്ള തെളിവുകളും കിട്ടിയിട്ടില്ല.
ഇതോടെയാണ് ആരോപണം ഉന്നയിച്ച ഇരകളെ അന്വേഷണ സംഘം അങ്ങോട്ട് സമീപിച്ച് വിവരങ്ങൾ തേടിയത്. രാഹുലിനെതിരെ ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ കൊച്ചിയിലെ യുവനടിയിൽ നിന്നും പ്രാഥമിക മൊഴി ശേഖരണവും നടത്തിയിരുന്നു. രാഹുൽ പിന്തുടർന്ന് ശല്യം ചെയ്യുന്ന യുവനടി മൊഴി നൽകുകയും മെസ്സേജ് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെന്നാണ് യുവനടിയുടെ നിലപാട്. അതിനാൽ തന്നെ ഇവരെ പരാതിക്കാരിയാക്കി കേസുമായി മുന്നോട്ടു പോയാൽ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസിന്റെ മുൻ അനുഭവവുമുണ്ട്. അതിനാൽ തന്നെ യുവനടിയെ സാക്ഷിയാക്കി കേസുമായി മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. അടിയന്തര പ്രമേയ ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പരാമർശിച്ച് കെ ടി ജലീൽ MLA ഒരു കുഞ്ഞിനെ ഭ്രൂണത്തിൽ ജനിച്ച് ഭൂമിയിലേക്ക് വരാൻ പോലും അനുവദിക്കാതെ കൊന്നുകളഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയാണോ എല്ലാ യൂത്ത് കോൺഗ്രസുകാരുമെന്നായിരുന്നു കെ ടി ജലീലിന്റെ ചോദ്യം. രാഹുലിനെയും ഫിറോസിനെയും പോലെയാണ് എല്ലാ കോൺഗ്രസുകാരും ലീഗുകാരുമെന്ന് പറയുന്നത് പോലെയാണ് പ്രശ്നക്കാരായ പോലീസുകാരെ ചൂണ്ടിക്കാണിച്ച് കേരള പോലീസ് എന്ന് പറയുന്നതെന്നും കെ ടി ജലീൽ പറഞ്ഞു. ഒരു കുട്ടിയുടെ ജനിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ച് ഭ്രൂണത്തിൽ തന്നെ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലെയാണോ എല്ലാ യൂത്ത് കോൺഗ്രസുകാരും എല്ലാ കോൺഗ്രസുകാരും? ഒരിക്കലുമല്ല. യൂത്ത് ലീഗിന്റെ പ്രവർത്തനം നാട്ടിൽ നടത്തുകയും 5.25 ലക്ഷം രൂപ ഗൾഫിൽ നിന്ന് ശമ്പളം പറ്റുകയും ചെയ്യുന്ന മായാവിയായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ PK ഫിറോസിനെ പോലെയാണ് എല്ലാ യൂത്ത് ലീഗുകാരും. അതൊക്കെ പുഴുക്കുത്തുകളാണ്. അവരെ പോലെയാണ് എല്ലാ ലീഗുകാരും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ സാർ. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തെയും PK ഫിറോസിനെയും ഒക്കെ പോലെയാണ് കോൺഗ്രസുകാരും ലീഗുകാരും എന്ന് പറയുന്നത് പോലെയാണ് ചില പോലീസിലെ പുഴുക്കുത്തുകളെ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ പോലെയാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ 24 വാർത്ത നിയമസഭയിൽ ഉമ തോമസ് ആണ് വിഷയം ഉന്നയിച്ചത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികളെടുത്തുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കാട്ടാക്കട സ്വദേശി സുമയ്യയുടെ നെഞ്ചിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ കുടുങ്ങിയ വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയെന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയെ അറിയിച്ചു. പ്രസ്തുത സംഭവത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ശ്രീമതി സുമയ്യ ഗോയിറ്റർ രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് 20/3/2023 തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡക്ടമി എന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. യുവതിക്ക് ആവശ്യമായിട്ടുള്ള തുടർ ചികിത്സയും പരിചരണവും നൽകി 30/3/2023 ഡിസ്ചാർജ് ചെയ്തിരുന്നു. ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഭാഗം ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ അയച്ച് പരിശോധന നടത്തിയപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ സ്ഥിരീകരിച്ചു. തുടർന്ന് യുവതി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി. വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ വ്യക്തമാക്കിയ കാര്യങ്ങളിൽ കൂടുതൽ മന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടില്ല. ഡോക്ടർ കുറ്റക്കാരനാണെന്നോ നടപടിയെക്കുറിച്ചോ ഉള്ള വിവരങ്ങളില്ല. ഗൈഡ് വയർ കുടുങ്ങിയത് കണ്ടെത്തിയതിന് പിന്നാലെ ശ്രീചിത്രയുമായി ബന്ധപ്പെട്ടു. മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ട് ലഭിച്ചു. എങ്കിലും വിശദ അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി. പരാതി നൽകിയ സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തി. വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടേഴ്സിനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു. വീഴ്ചകളുള്ള കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകി. 24 തിരുവനന്തപുരം. വി അശോക് IASന്റെ സ്ഥലം മാറ്റത്തിൽ വീണ്ടും സർക്കാരിന് തിരിച്ചടി. പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലേക്ക് മാറ്റിയ ഉത്തരവ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. വി അശോക് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരും. 3ാം തവണയാണ് സർക്കാരിന്റെ സ്ഥാനമാറ്റ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്യുന്നത്. സർക്കാർ ഉത്തരവ് കോടതി അലക്ഷ്യമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി അശോക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. പിന്നാലെ ഉത്തരവ് സ്റ്റേ ചെയ്തു. നിലവിൽ കൃഷി വകുപ്പിൽ തുടരുന്നതിലും തടസ്സമില്ല. ആദ്യം തദ്ദേശ വകുപ്പിലേക്കും പിന്നീട് ഗതാഗത വകുപ്പിലേക്കും ബി അശോകിനെ മാറ്റി സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും നിയമ പോരാട്ടത്തിലൂടെ കൃഷി വകുപ്പിൽ തന്നെ തുടർന്നു. കെയർഫെഡ് പദ്ധതിക്കുള്ള ലോകബാങ്കിന്റെ വായ്പ വകമാറ്റിയതുമായി വാർത്ത പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ ഫയലുകൾ പുറത്തുവന്നതിന്റെ പേരിലായിരുന്നു ബി അശോകിനെതിരെയുള്ള നടപടികൾ ആരംഭിച്ചത്. 24 കൊച്ചി. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകൾ ഉണ്ടെങ്കിൽ ജില്ലാ കളക്ടറെ അറിയിക്കാൻ ഹർജിക്കാരോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പരാതികളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ പുതിയ റിപ്പോർട്ട് നൽകും. ഇതിനുശേഷമാകും വിലക്ക് തുടരണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 9 പേർ പിടിയിൽ. ബേക്കൽ AU സൈനുദ്ദീൻ, പാലക്കാട് റെയിൽവേ ഡിവിഷൻ ജീവനക്കാരനായ ചിത്രരാജ് ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത്.
ഗ്രൈൻഡർ ആപ്പ് വഴി ഏജന്റിനെ ഉപയോഗിച്ചാണ് പ്രതികൾ കുട്ടിയെ പീഡിപ്പിച്ചത്. പ്രതിപട്ടികയിലുള്ള യൂത്ത് ലീഗ് നേതാവ് ഉൾപ്പെടെയുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കേസിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VK സൈനുദ്ദീനെ സസ്പെൻഡ് ചെയ്തു. 2 വർഷം മുമ്പാണ് ഡേറ്റിംഗ് ആപ്പിൽ കുട്ടി അംഗമാകുന്നത്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം അംഗമാകാവുന്ന ഡേറ്റിംഗ് ആപ്പിൽ തെറ്റായ വിവരങ്ങളാണ് കുട്ടി നൽകിയത്. വീട്ടിൽ നിന്ന് അസ്വാഭാവികമായി ഒരാൾ ഇറങ്ങിപ്പോകുന്നത് മാതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മകനിൽ നിന്ന് മാതാവ് വിവരങ്ങൾ തേടുകയും കൗൺസിലിംഗിന് വിധേയനാക്കുകയും ചെയ്തു. ഇതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന പീഡന വിവരം പുറത്തു വന്നത്. 18 പേർ 2 വർഷമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് 16-കാരൻ പോലീസിന് നൽകിയ മൊഴി. ഡേറ്റിംഗ് ആപ്പ് ഏജന്റായിരുന്നു കുട്ടിയെ പ്രതികൾക്കായി കൈമാറിയിരുന്നത്. ചന്ദേര പോലീസ് സ്റ്റേഷനിൽ 6 കേസുകളും കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലായി 8 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തത്. ബേക്കൽ AEO സൈനുദ്ദീൻ, റെയിൽവേ ജീവനക്കാരൻ ചിത്രരാജ്, കാലിക്കടവ് സ്വദേശി സുകേഷ്, വടക്കേക്കോവൽ സ്വദേശി റഹീസ്, റംസാൻ, VPB കുഞ്ഞഹമ്മദ്, ചന്ദേര സ്വദേശി മുഹമ്മദ് അഫ്സൽ, ചീമേനി സ്വദേശി സുജിത്, ബേക്കൽ സ്വദേശി നാരായൺ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിപട്ടികയിലുള്ള യൂത്ത് ലീഗ് നേതാവ് തൃക്കരിപ്പൂർ സ്വദേശി സിറാജുദ്ദീൻ മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. ഇയാളെ രക്ഷപ്പെടുത്താൻ പോലീസ് സഹായിച്ചെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു. മറ്റുള്ള പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. 24 കാസർഗോഡ്. നിവേദനം വാങ്ങാതെ തൃശൂർ പുള്ളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മടക്കി അയച്ച വയോധികന്റെ വീട് നിർമ്മാണം വേഗത്തിലാക്കാൻ CPIM. കൊച്ചുവേലായുധന്റെ സ്ഥലത്ത് പ്രാഥമിക പരിശോധന നടത്തി. കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം അല്പത്തരമെന്ന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. കൊച്ചുവേലായുധന്റെ തൃശൂർ പുള്ളിലെ വീട് പുനർനിർമ്മാണത്തിന് യോഗ്യമല്ലെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. അതിനാൽ വീട് പൂർണ്ണമായും പൊളിച്ചു നീക്കിയ ശേഷം പുതിയ വീട് നിർമ്മിക്കാനാണ് ആലോചന. ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. നിവേദനം നിരസിച്ച സംഭവത്തിൽ സുരേഷ് ഗോപി നൽകിയ വിശദീകരണം അല്പത്തരമെന്നും വിമർശനം. MP-യുടെ കവറിംഗ് ലെറ്റർ ഉണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വരെ തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും. പക്ഷെ അതൊന്നും ചെയ്യാതെ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം എന്താ? ഇതൊന്നും MP-യുടെ പണിയല്ല. പിന്നെ എന്താണ് സാർ MP-യുടെ പണി? ഞാൻ അങ്ങനെ പ്രതികരിച്ചുകൊണ്ട് കൊച്ചുവേലാതിന് വീട് കിട്ടിയതാണ്. ഇതിൽ പരം ഒരു അല്പത്തരം ഒരു ജനപ്രതിനിധി പറയാമോ? 2 വർഷം മുമ്പ് മഴയിലും കാറ്റിലുമാണ് കൊച്ചുവേലായുധന്റെ 5 അംഗ കുടുംബം താമസിച്ചിരുന്ന വീട് തകർന്നത്. വീട് വാസയോഗ്യമല്ലാത്തതിനാൽ മുൻവശത്തെ കാലിത്തൊഴുത്തിൽ കുടുംബം താമസം തുടങ്ങി. ഇതിനിടെയാണ് ദുരവസ്ഥയിൽ പരിഹാരം തേടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം സമർപ്പിക്കാനെത്തിയത്. 24 തൃശൂർ. ഗസ പിടിച്ചെടുക്കുന്നതിന് ഇസ്രായേലിന്റെ കരയാക്രമണവും കനത്ത ബോംബാക്രമണവും. ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഗസയിൽ നിന്ന് ജനങ്ങൾ കൂട്ടപലായനം നടത്തുകയാണ്. 60-ലേറെ പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഗസ കത്തുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് പ്രതികരിച്ചു. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഗസയിൽ ശേഷിക്കുന്ന മനുഷ്യർ വീണ്ടും നിസ്സഹായരാകുന്ന ദയനീയ കാഴ്ച. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് ജനം കൂട്ടപലായനം തുടരുകയാണ്. പലായനം ചെയ്യാൻ ഇസ്രായേൽ അനുവദിച്ചിരിക്കുന്നത് അൽ റാഷിദ് തീരദേശ റോഡ് മാത്രമാണ്. നിരവധി കുടുംബങ്ങൾ നിരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ബന്ദികളെ മനുഷ്യകവചമാക്കി ഇസ്രായേൽ ആക്രമണത്തെ ഹമാസ് പ്രതിരോധിക്കാനൊരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന് കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഉടൻ ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. വടക്കൻ ഗസയിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് സൈനിക നടപടിയെന്നാണ് ഇസ്രായേലിന്റെ വാദം. ഇതിനിടെ ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നു. ഇതാദ്യമായാണ് ഐക്യരാഷ്ട്രസഭ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും വംശഹത്യയ്ക്ക് ഉത്തരവാദികളാണെന്ന് UN അന്വേഷണ കമ്മീഷൻ മേധാവി നവി പിള്ള വ്യക്തമാക്കി. ഇസ്രായേലി അധികൃതരുടെ പ്രസ്താവനയ്ക്ക് പുറമെ വംശഹത്യയ്ക്ക് സാഹചര്യ തെളിവുകളുമുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ട് വളച്ചൊടിച്ചതും വ്യാജവുമെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇന്ത്യൻ വംശജയാണ് അന്വേഷണ കമ്മീഷൻ മേധാവി നവി പിള്ള. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇന്ത്യ പാക് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ. അമേരിക്ക ഇടപെടാൻ തയ്യാറായിരുന്നു, എന്നാൽ മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥതയിൽ ചർച്ച വേണ്ടെന്ന് ഇന്ത്യ പറയുകയായിരുന്നുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നോട് പറഞ്ഞതായും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂരിൽ മസൂദ് അസറിന്റെ കുടുംബം കൊല്ലപ്പെട്ടുവെന്ന് ജെയ്ഷെ-ഇ മുഹമ്മദ്. ആദ്യമായാണ് ജെയ്ഷെ-ഇ മുഹമ്മദ് ഇക്കാര്യം സമ്മതിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് ഇല്യാസ് കാശ്മീരിയുടെ വീഡിയോയാണ് പുറത്തുവന്നത്.
മെയ് 7 നടന്ന ഓപ്പറേഷനിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും സ്ഥിരീകരിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇല്യാസ് കശ്മീരിയുടെ വീഡിയോ പുറത്തുവന്നത്. ഇന്ത്യയുടെ ആക്രമണം വലിയ ആഘാതമുണ്ടാക്കിയെന്ന് അംഗീകരിക്കുന്ന രീതിയിലാണ് വീഡിയോ. बहावलपुर के अंदर मौलाना मसूद अजहर की फैमिली के लोग बहने और बेटे और बच्चे रेजा रेजा हो गए, टुकड़ों में तकसीम हो गए, कीमा बन गए. ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂരിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിഗമനം ശരിവെക്കുന്നതാണ് മസൂദ് ഇല്യാസിന്റെ പരാമർശം. ഇന്ത്യയുടെ അവകാശവാദം തെറ്റെന്നായിരുന്നു പാകിസ്ഥാന്റെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സും അന്താരാഷ്ട്ര നിരീക്ഷക സംഘവും വിശദീകരിച്ചിരുന്നത്. 24 ഡൽഹി. ഇന്ത്യയ്ക്ക് മേൽ US ചുമത്തിയ അധിക തീരുവ പിൻവലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ചർച്ചകളിലെ പുരോഗതിയെന്ന് ഇന്ത്യ ആസ്ഥാനമായുള്ള ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവിന്റെ റിപ്പോർട്ട്. അമേരിക്ക നിലപാട് മയപ്പെടുത്തിയില്ല എങ്കിൽ വ്യാപാര കരാർ വൈകുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്വതന്ത്ര വ്യാപാര കരാറിന് മുന്നോടിയായി ഡൽഹിയിൽ ഇന്ത്യൻ അമേരിക്കൻ വാണിജ്യ പ്രതിനിധികൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. US ഇന്ത്യയ്ക്ക് മേൽ 50% തീരുവ ചുമത്തിയ ശേഷം ആദ്യമായാണ് ഇരു രാജ്യങ്ങളും മുഖാമുഖം ചർച്ച നടത്തുന്നത്. ഓഗസ്റ്റ് അവസാനം നടക്കേണ്ടിയിരുന്ന ചർച്ചയാണ് തീരുവയിലുടക്കി വൈകിയത്. ഇന്ത്യയിലെ കാർഷിക ക്ഷീരമേഖലകൾ തുറക്കണമെന്നതാണ് USന്റെ പ്രധാന ആവശ്യം. എന്നാൽ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളുടെയും ഉപജീവന മാർഗമായതിനാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. പ്രതീക്ഷ നൽകുന്നതായിരുന്നു കൂടിക്കാഴ്ചയെന്നായിരുന്നു ചർച്ചയ്ക്ക് ശേഷം US വാണിജ്യ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് പ്രതികരിച്ചത്. എങ്കിലും അധിക തീരുവ നടപടി പിൻവലിക്കാതെ ഉടൻ ഇരു രാജ്യങ്ങൾ തമ്മിൽ ഉഭയകക്ഷി കരാറിന് സാധ്യതയില്ല. കരാറിനായി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും പൊതുവേദികളിൽ ഇപ്പോഴും US ഉദ്യോഗസ്ഥർ ഇന്ത്യക്കെതിരെ വിമർശനാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. കാർഷിക സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കാതെ എത്രത്തോളം ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നതാണ് വെല്ലുവിളി. 24 ഡൽഹി. രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ച മുൻ പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി ഇന്ത്യയിലെ നിലവിലെ സർക്കാർ മതവും മുസ്ലിം ഹിന്ദു കാർഡും കളിക്കുകയാണെന്നും ഇത് മോശപ്പെട്ട മാനസികാവസ്ഥയാണെന്നും അഫ്രീദി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടേത് പോസിറ്റീവ് മാനസികാവസ്ഥയാണ്. രാഹുൽ സംവാദത്തിൽ വിശ്വസിക്കുന്നുവെന്നും പാകിസ്ഥാനിലെ സമ ടിവിയിലെ സംവാദത്തിൽ അഫ്രീദി പറഞ്ഞു. അഫ്രീദിയെ കടുത്ത സ്വരത്തിൽ വിമർശിച്ച BJP ദേശീയ വക്താവ് ഷെഹ്സാദ് പൂനാവാല രംഗത്തെത്തി. ഇന്ത്യയെ വെറുക്കുന്ന എല്ലാവരും രാഹുൽ ഗാന്ധിയിലും കോൺഗ്രസിലും സഖ്യകക്ഷിയെ കണ്ടെത്തുന്നുവെന്നും INC എന്നാൽ ഇസ്ലാമാബാദ് നാഷണൽ കോൺഗ്രസ് ആണെന്നും പൂനാവാല പറഞ്ഞു. വയലിൽ നടന്നും പാട്ട് കേട്ടും പത്മശ്രീ ചെറുവയൽ രാമനൊപ്പം പ്രിയങ്ക ഗാന്ധി MP 2.5 മണിക്കൂറോളമാണ് ചെറുവയൽ രാമനൊപ്പം പ്രിയങ്ക ഗാന്ധി ചെലവഴിച്ചത്. വിശാലമായ നെൽവയൽ നടന്നു കണ്ടും നാടൻപാട്ട് കേട്ടും പത്മശ്രീ ചെറുവയൽ രാമന്റെ വീട്ടിൽ പ്രിയങ്ക ഗാന്ധി MP 2.5 മണിക്കൂറോളം ചെലവഴിച്ചു. അറുപതോളം വിവിധയിന വിത്തുകൾ കണ്ടും കൃഷിരീതികൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്ത പ്രിയങ്ക ഗാന്ധി MPക്ക് രാമൻ പാട്ടുപാടി നൽകി. രാമന്റെ കയ്യിലുള്ള ഗോത്രവർഗത്തിന്റെ പരമ്പരാഗത ആയുധമായ അമ്പും വില്ലും കൂടി പരീക്ഷിച്ചാണ് പ്രിയങ്ക ഗാന്ധി മടങ്ങിയത്. 24 വയനാട്. പ്രശസ്ത എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമായ KA ബീനയ്ക്ക് 2025 സ്റ്റേറ്റ്സ്മാൻ റൂറൽ റിപ്പോർട്ടിംഗ് അവാർഡ് കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിലാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ദളിത് സ്ത്രീ സംവരണം ഇന്ത്യൻ ഗ്രാമങ്ങളിലെ രാഷ്ട്രീയാധികാര സമവാക്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അന്വേഷണാത്മക റിപ്പോർട്ടിംഗിനാണ് പുരസ്കാരം. ഈ ലേഖനങ്ങൾ പിന്നീട് ആ കസേര ആരുടേതാണ് എന്ന പേരിൽ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥയായ KA ബീന ദൂരദർശനും ആകാശവാണിയിലും ന്യൂസ് എഡിറ്ററായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് ഡൊണാൾഡ് ട്രംപ്. ഫോണിലൂടെയാണ് ആശംസകൾ അറിയിച്ചത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, വ്യാപാരവുമായി ബന്ധപ്പെട്ട യുദ്ധം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് തന്നെ പിറന്നാൾ ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ?
തീർച്ചയായും രണ്ടുപേരും തമ്മിലുള്ള ഫോൺ സംഭാഷണം നമുക്കറിയാവുന്നതാണ്, കാലങ്ങളായി തുടർന്നിരുന്നതാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായി രണ്ടുപേരും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഇല്ലായിരുന്നു. പകരം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനം, നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനം വരുന്നത്. ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ട്രംപ്. അതുമാത്രമല്ല അമേരിക്കയിൽ നിന്നുള്ള സംഘം ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 6ാം ഘട്ട ചർച്ചകളിലേക്ക് കടക്കാൻ പോവുകയാണ്. താരിഫ് നയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഈ അടുത്ത കാലത്ത് ഇടഞ്ഞു നിന്നിരുന്നത്. ആ താരിഫ് ഇന്ത്യക്ക് മേൽ 50% വലിയ താരിഫ് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തുകയും ആ താരിഫുമായി ഒത്തുപോകാൻ ഇന്ത്യ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആ രൂപത്തിൽ, നയതന്ത്ര ബന്ധവും വ്യാപാര ബന്ധവും ആ രൂപത്തിൽ ഇല്ലാതാവുകയും രണ്ട് രാഷ്ട്രത്തലവന്മാരും രണ്ടുപേരും വലിയ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്ന് നമുക്കറിയാം. മൈ ഫ്രണ്ട് എന്നായിരുന്നു രണ്ടുപേരും തമ്മിൽ പരസ്പരം അഭിസംബോധന ചെയ്തിരുന്നത്. ആ ബന്ധം പൂർണ്ണമായി ഇല്ലാതായിരുന്ന അവസ്ഥയാണ് കഴിഞ്ഞ 2 മാസമായി തുടർന്നു പോന്നിരുന്നത്. അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ ഇപ്പോൾ ട്രംപ് ശ്രമിച്ചിരിക്കുന്നത്. അദ്ദേഹം പിറന്നാൾ ആശംസകൾ നേരുന്നു. തിരിച്ച് ഉടൻ തന്നെ മോദിയുടെ മറുപടി വരുന്നു, ആശംസകൾക്ക് നന്ദി. അതുമാത്രമല്ല, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആഗോള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്, തുടരാൻ പോവുകയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ ഈ പിറന്നാൾ ആശംസ തുടക്കമാകട്ടെ എന്നുകൂടി മോദി പറഞ്ഞു വെക്കുന്നു. അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും രണ്ട് രാഷ്ട്രത്തലവന്മാരും തമ്മിലുള്ള ബന്ധം ഈ പിറന്നാൾ ആശംസകൾ നേരുന്നതുകൊണ്ട് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ട്രംപ് മോദിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. തിരിച്ച് അദ്ദേഹത്തിൻ്റെ മറുപടി സന്ദേശത്തിൽ കൂടുതൽ ആശംസകൾക്ക് നന്ദി. അതുമാത്രമല്ല, രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും ശക്തമാകാൻ പോകുന്നു. ആഗോളതലത്തിൽ ഇന്ത്യയും യു എസും ചേർന്നുള്ള ആഗോള ബന്ധം ലോകത്ത് വലിയ ശക്തിയായി മാറുമെന്നുകൂടി മോദി തിരിച്ചുള്ള മറുപടി സന്ദേശത്തിൽ അയക്കുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നു എന്ന സൂചനയാണ് ഈ പിറന്നാൾ ആശംസകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ സെപ്റ്റംബർ 30-നകം വീടിന്റെ ആധാരം ബത്തേരി അർബൻ ബാങ്കിൽ നിന്ന് എടുത്തു തന്നില്ലെങ്കിൽ സമരം തുടങ്ങുമെന്ന് പത്മജ പറഞ്ഞു. ഒക്ടോബർ 2 മുതൽ DCC ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനക്കോഴ വാങ്ങാൻ NM വിജയന്റെ വിശ്വാസ്യത വിനിയോഗിക്കുകയാണുണ്ടായതെന്ന് പത്മജ ആരോപിച്ചു. IC ബാലകൃഷ്ണൻ പണം വാങ്ങിക്കൊണ്ടുപോകുന്നതിന് തങ്ങൾ സാക്ഷികളാണ്. കോൺഗ്രസിന് വേണ്ടിയാണ് NM വിജയൻ കടക്കാരനായതും ആത്മഹത്യ ചെയ്തതും. ഈ സാഹചര്യത്തിൽ വീടിന്റെയും സ്ഥലത്തിന്റെയും ഈടിലെടുത്ത വായ്പ തിരിച്ചടച്ച് ആധാരം തിരികെ നൽകാൻ കോൺഗ്രസിന് ഈ മാസം 30 വരെ സമയം അനുവദിക്കുകയാണ്. അല്ലാത്ത പക്ഷം ഒക്ടോബർ 2 മുതൽ DCCക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. സെപ്റ്റംബർ 30-നുള്ളിൽ ഞങ്ങളുടെ പട്ടയം എടുത്തു തന്നില്ല എങ്കിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി മുതൽ ഞാനും എന്റെ ഫാമിലിയും നിരാഹാരം ഇരിക്കാൻ പോവുകയാണ്. സൈബർ ആക്രമണങ്ങൾക്കെതിരെ പത്മജ ബത്തേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് സഹായിച്ചില്ലെങ്കിൽ തങ്ങൾ സഹായിക്കുമെന്നാണ് CPIM വാഗ്ദാനം. എന്നാൽ ഇതിന് മറുപടി നൽകേണ്ടത് കോൺഗ്രസ് ആണെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.